السلام عليكم ورحمة الله. إفادة حديث كلاس 105. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، قال النبي صلى الله عليه وسلم: طوبى لعبد أنفق من مال اكتسبه من غير معصية. صدق رسول الله صلى الله عليه وسلم. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, തൂബാലി അബ്ദിൻ, ഒരു അടിമക്ക് സന്തോഷിക്ക, അവനുകായിട്ടിക്കൽ സന്തോഷ, അംഫക മിൻ മാലിൻ നിക്തസബഹു മിൻ ഗൈരി മഅസിയ, തപ്പുడు തെരുൾ അല്ലാണ്ട് ചെലവാക്കിയ സ്വത്ത്, അവൻ ഉണ്ടാക്കിയ സ്വത്ത്, ആ സ്വത്തിൽ അവന് ചെലവാക്കിയാണ്ടായെങ്കിൽ അവനുകാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അള്ളാഹുടെ വജ്ഹ് ചെലവഴിക്കുമ്പോ നന്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഹലാലായ സ്വത്ത് മാത്രം ഞാൻ ചെലവഴിക്കലുണ്ടായെങ്കിൽ അവനുകാണ് ഏറ്റവും വലിയ സന്തോഷം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വഴിപാട്ടിട്ട്. അപ്പോ ഞങ്ങ ബാക്കിയുള്ള ആൾമാർക്ക് ചെലവാക്കുമ്പോ കൊടുക്കുമ്പോ നല്ലതേ കൊടുക്കണുണ്ടാണ്. ഇന്നല്ലാഹ തയ്യിബുൻ, അള്ളാഹു നല്ലവനായിട്ടിരിക്കില്ല, അവന് നല്ലതല്ലാണ്ട് ഇഷ്ടപ്പെടില്ല, നല്ലതല്ലാണ്ട് അവന് സ്വീകരിക്കില്ല. അപ്പൊ ബാക്കിയുള്ള ആൾമാർക്ക് ഞങ്ങൾ കൊടുക്കുമ്പോ വെറും ബടക്കായ സ്വത്ത്, ഹറാമായ സ്വത്ത് കൊടുത്തിട്ടു ഞാൻ സദക്കാക്കിയ, ഞാൻ സക്കാത്താക്കിയാന്ന് ചൊല്ല കർത്തയില്ല. അപ്പൊ നല്ലതേ ഞങ്ങൾ കൊടുക്കണു. ഞങ്ങൾ സമ്പാദിച്ച ഹലാലായ സ്വത്തേ സമ്പാദിക്കണു, ഹറാമായ സമ്പാദിക്കൂ തീറ. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സമ്പാദിച്ച നല്ല സ്വത്ത് മാത്രം ഞങ്ങൾ കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് യാറെ പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അതുകൊണ്ട് സക്കാത്തും സദക്ക എല്ലാം ഞങ്ങൾ കൊടുക്കണം. സക്കാത്ത് ഇസ്ലാം കൊടുക്കൂ ചെന്നാൽ വെറും 10-1 അല്ലെ, 2% മാത്രം. ഞങ്ങൾ സമ്പാദിച്ച സ്വത്തിൽ ഏറ്റവും കൊറോടിയാണ് ഇസ്ലാം കൊടുക്കൂ ചൊല്ലേ. അപ്പോ നിങ്ങളൊട്ടിക്ക് കൊടുക്കണമെന്ന് ചൊന്ന ഇസ്ലാം ബാരി കൊറോടി. ഒമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവിടെ കൊടുക്കണമെന്ന് ചൊല്ല, അവിടെ നിങ്ങൾ ഇത്ര ചെലവാക്കണമെന്ന് ഇസ്ലാം ചൊന്തു. അങ്ങനെ ചൊന്നപ്പോ നമുക്ക് ബേജാറാവണുണ്ടില്ല. ഞാൻ എവിടെ സദക്കാക്കಡೆ, ഞാൻ എവിടെ സക്കാത്താക്കಡೆ, അത് നന്റേതല്ലേ, ഞാൻ അധ്വാനിച്ചതല്ലേ, ഞാൻ എത്ര കഷ്ടം വന്ന നീ ചൊല്ലുವುದಿರ. കാരണം ഒമിമ്മാ റസഖ്നാഹും, നിങ്ങക്ക് അത് അങ്ങ തന്നിര, അതിന് നിങ്ങൾ ചെലവാക്കിക്കൊണ്ടുള്ള നിന്റെതല്ല സ്വത്ത്. കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, എല്ലാ സ്വത്തും എല്ലാ അധികാരവും അള്ളാഹുറതായിട്ടിരിക്കുക. അള്ളാഹു നിക്ക് തൽക്കാലം തന്നത്, അത് ആ അള്ളാഹു തന്നതിന് നീ ചെലവാക്കടെ, അത് നിന്റെ സ്വന്തം അല്ലാണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചൊന്നോണ്ടുള്ളേ. അപ്പൊ ഈ ചെലവാക്കുമ്പോ നല്ലത് മാത്രം ചെലവാക്കണു. ഖുർആൻ ചൊന്തു: യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങ അധ്വാനിച്ചതിൽ നിന്ന് നല്ലതിരെ ചെലവാക്കറു. നിങ്ങക്ക് ഭൂമിയിൽ നിന്ന് കിട്ടേ നല്ല സ്വത്തിരെ നിങ്ങൾ ചെലവാക്കറു. വലാ തയമ്മമുൽ ഖബീസ മിൻഹു, ആർക്കും ആവാത്തത്, വെറും മോശപ്പെട്ടത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ ചെലവഴിക്കണ്ട. തുംഫിഖൂൻ വലസ്തും ബിആഖിദിഹി ഇല്ലാ അൻ തുഗ്മിളൂ ഫീ, അതേ സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും വെറും മോശപ്പെട്ടത്, അവനുക്ക് വേണ്ടാത്തത് തന്നെ നിങ്ങൾ സ്വീകരിക്കല. അതുപോലെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോഴും നിങ്ങൾ നല്ലതേ കൊടുക്കണുണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചൊന്നുകൊണ്ടുള്ളേ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടണുണ്ടായെങ്കിൽ, പ്രതിഫലം കിട്ടണുണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെലവഴിക്കണം. അപ്പൊ നന്റെ കീശയിൽ ഒരു 100 രൂപ ഉണ്ട്, നക്കത് ഇഷ്ടമുണ്ടോ, നക്കതിൽ ആശ ഉണ്ടോ, ആഗ്രഹമുണ്ട് എങ്കിൽ ആ ഇഷ്ടമുള്ളതിൽ നാണ് പാവത്തവണ് വന്നപ്പോ കൊടുത്താണ്ടായെങ്കിൽ അതുക്കാണ് ഏറ്റവും വലിയ പ്രതിഫലമാണ് ഖുർആൻ ചൊന്നുകൊണ്ടുള്ളേ. അതേ സമയത്ത് കുറെ ആൾമാരെ പറ്റി ഖുർആൻ ചൊന്നു: വയജഅലൂന ലില്ലാഹി മാ യക്റഹൂൻ, അങ്ക് വേണ്ടാത്തത് അങ്ങ് കൊടുക്കൂടാണ്. പറഞ്ഞ നോട്ടുണ്ടോന്ന് വരിക, ഓന്റെ കീസിൽ കുറെ പറഞ്ഞ നോട്ടുണ്ട്, അല്ലെങ്കിൽ ഓന്റെ സഞ്ചിലുണ്ട്. അപ്പൊ ആരെങ്കിലും പാവത്തോണ്ട് വന്നപ്പം എല്ലാം മുദ്ദാക്കി എന്താക്കട, ഈ പറഞ്ഞ നോട്ട് അവരെ കൊടുത്തു വിട്ടേ. കാരണം ഓണുക്ക് അത് ഇഷ്ടമില്ലാത്തത്, ഓണുക്ക് വേണ്ടാത്തത് എങ്കിൽ അതുക്ക് വലിയ പ്രതിഫലം ഇല്ല. ആർക്കും വേണ്ടാത്തത് മീൻ ഡൗണും എടുക്കില്ല, പാൽ ഡൗണും എടുക്കില്ല. അങ്ങനത്തെ പറഞ്ഞ നോട്ടർ കൊണ്ടുപോയിട്ട് പള്ളിയിൽ ഡബ്ബി പറയുമ്പോ ആ ഡബ്ബി കിട്ടേ. ഓന്റെ ഉദ്ദേശം നമുക്ക് സ്വർഗ്ഗം കിട്ടണം. ഈ 10 രൂപയുടെ പറഞ്ഞ നോട്ടാണ് ഓൺ എവിടെ ഇട്ടേ, പള്ളിയിലെ ഡബ്ബി കിട്ടേ, അല്ലെങ്കിൽ 1 രൂപയുടെ കോയിൻ ഇട്ടേ. ഓണക്ക് തീരെ ഇഷ്ടമില്ല, അത് വേണ്ടാത്ത പൈസ ആണ്, വേസ്റ്റായ പൈസ, ഓണക്ക് തീരെ ഇഷ്ടമില്ലാത്ത പൈസ തಗೊಂಡಿട്ട് നീനങ്ങനെ ഡബ്ബി കിട്ടിട്ട് സ്വതക്കാക്കിയെങ്കിൽ അതുക്ക് വലിയ കൂലി കിട്ടില്ലാണ്ടാണ് ഇസ്ലാം പഠിപ്പാട്ടിക്കൊണ്ടുള്ളേ. അപ്പൊ കൊടുക്കുമ്പോ നിന്റെ നഫ്സിലൊട്ടിಗೆ, നിന്റെ ചോരടൊട്ടിಗೆ പിടിച്ചെനിക്കെത്ത പൈസ ഇക്കില്ല, നിക്ക് കൊടുക്കു വലിയ ഇഷ്ടമേ ഇക്കില്ല, നിക്ക് ഭാരി ഇഷ്ട അതിൽ എങ്കിൽ ആ പൈസത്തെ നീ പുറത്താക്കിയാണ്ടായെങ്കിൽ നിന്റെ ശരീരത്തൊട്ടിಗೆ നീ ജിഹാദാക്കിയിട്ടാണ് അത് പുറത്താക്കുക. അപ്പൊ അതുക്ക് വലിയ പ്രതിഫലം കിട്ടു. മാത്രമല്ല ഹറാമായ കുറെ പൈസ ഉണ്ട്, കുറെ ബഡ്ഡിയുടെ പൈസ നിക്ക് കിട്ടും. ബഡ്ഡികൾക്കും ഹറാമുണ്ടല്ല നീ പഠിച്ചില്ല. അപ്പൊ എന്താ ഈ ബഡ്ഡിയുടെ പൈസ കുറെ ഉണ്ട്. പാവത്തോണ്ട് വന്നപ്പോ ഈ ബഡ്ഡിയുടെ ഹറാമായ പൈസ നീ സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് അതിനെല്ലാം അവണു കൊടുത്തിട്ട് നീ തടി പച്ചാവ അവിടെ, അതൊക്കെ വലിയ സന്തോഷം ഇല്ലാണ്ടാണ് നബി തങ്ങൾ പഠിപ്പാറ്റിക്കൊണ്ടുള്ള. മയസിയത്തല്ലാത്ത രൂപത്ത്, തപ്പു അല്ലാത്ത തെരുളു നീ സമ്പാദിച്ച പൈസ അതിനെ നീ ചെലവാക്കണു. കള്ള് വിത്തിട്ട് നീ ഉണ്ടാക്കിയ പൈസ ഉണ്ട്, അതുപോലെ ബാക്കി ഹറാമായ തെരുളു നീ ഉണ്ടാക്കിയ പൈസ ഉണ്ട്, അതെല്ലാം നീ സൂക്ഷിച്ചു വെച്ചത്. എന്തിക്ക് പാവത്തനക്ക് ചെലവാക്കൂ, എന്നിട്ട് രായത്ത് പേര് കേൾക്കൂ, ഓണ് പാവത്തവണക്ക് വലിയ പൈസ കൊടുക്കൂടാ, പാവ
പാവത്തങ്ങൾ ഓൺ സഹായക്കട, ഓനോടെ പള്ളി കെട്ടറ, ഓനോടെ മദ്രസ കെട്ടറ, അതുപോലെ ഓന് റായത്തുള്ള ഇത്ര എത്തി മക്കൾക്ക് ശിക്ഷണ കൊടുത്തോണ്ടുള്ള ചോറ് കൊടുത്തോണ്ടുള്ള പേര് കേൾക്കുവാനായിട്ട് നീ ചെലവാക്കട പൈസ അത് കുറെ ബഡ്ഡിരെ വന്ന പൈസ അല്ലെങ്കിൽ ഹറാമായ പൈസ ആറമാ തലവടത്തെങ്കിത്ത പൈസ അതെല്ലാം നീ സൂക്ഷിച്ചു വെച്ച് പള്ളിരങ്ങ പിരിവ് വന്നപ്പ അതാ 10 ലക്ഷം എടുത്തിട്ട് കൊടുത്ത അപ്പൊ ഇപ്പുറത്തെ എത്തീം കാലത്തങ്ങ പിരിവ് വന്നപ്പ ഈ ഹറാമായ പൈസ നീ കൊടുത്ത എന്നിട്ട് അവിടെ ഉള്ള എത്തീമിങ്ങൾ തിമ്മാട്ടിയുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നിക്ക് ഇക്കൊണ്ടാണ് ഇസ്ലാം പരിപാടിയോണ്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും സമ്പത്ത് ഞങ്ങളെ കയ്യിലുള്ള സമ്പത്ത് ഹലാലായിട്ട് വേണു, ഞങ്ങൾ പിന്നോർത്ത് കൊടുക്കുന്ന സമ്പത്തും അത് ഞങ്ങളെ ഹലാലായ സ്വത്തെ ആയിട്ടിക്കൊണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയോണ്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ സമ്പാദിക്കുമ്പോൾ ഹലാലായിട്ട് സമ്പാദിക്കണം, ബാക്കിയുള്ള ആൾമാർക്ക് പാവത്ത ആൾമാർക്ക് ആ ഹലാലായതേ കൊടുക്കണം. ഇനി പിന്നർത്ഥ ഞങ്ങൾ കൊടുക്കുമ്പോ അവിടെയും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കുറെ ആൾമാരെ വിശദീകരിക്കണം. ഞങ്ങൾ ആർക്കെല്ലാം കൊടുക്കാൻ ചെന്നു പാവത്തങ്ക് കൊടുക്കണേ, പാവത്തങ്ക് കൊടുക്കുമ്പോഴും ആ കൂട്ടത്തിൽപ്പെട്ട കുറെ നല്ല അത്തഖിയ തഖ്വ ഉള്ള ആൾമാരിക്കിടാറ്. അപ്പൊ ഞങ്ങളത് നല്ല ആൾമാർക്ക് കൊടുത്തെങ്കിൽ ಅದಕ್ಕೆ ಪ್ರತಿಫಲ ಯಾರಾണ് കിട്ടുക? ലായക്കുൽ ത്വാമക ഇല്ലാ തഖിയുൻ ചെന്നിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. നീ ഉണ്ടാക്കിയ ഫുഡ് തഖ്വ ഉള്ള ആളല്ലാണ്ട് തിന്നണ്ടാണ്. തഖ്വ ഉള്ള ആൾക്ക് ನಾನು ತಿಮ್ಮಾಟಿ ഉണ്ടായെങ്കിൽ ಅದಕ್ಕೆ ಯಾರ ಪ್ರತಿಫಲ ನಕ್ಕೆ കിട്ടുക? അയാൾ ദ്വാരനെങ്കിൽ ആ ദ്വാരത്തിന് ഉത്തരവുണ്ട് അള്ളാഹുടെ മുന്നിൽ എത്തുമ്പോ നക്ക് പ്രതിഫലത്തെ ഒരു കൂമ്പാരമേ കിട്ടുക. അതുകൊണ്ട് നീ കൊടുക്കുന്ന സ്വതക്ക സക്കാത്തല്ല അൽ അത്ഖിയാ അൽ മുഅ്രിദീന അനി ദുനിയ, ദുനിയാവെന്തും ഇഷ്ടമില്ലാത്ത നല്ല തഖ്വ ഉള്ള ആൾമാരിക്കിടാറ് അങ്ക് നീന് സദക്ക കൊടുക്കണം, അങ്ക് നീന് ദാന ആക്കിയെങ്കിൽ ಅದಕ್ಕೆ വലിയ പ്രതിഫലം ഉണ്ട്. ഒന്ന് രണ്ടാമത് യകൂന മിൻ അഹ്ലിൽ ഇൽമി ഖാസ്സ, ആലിമീങ്ങൾക്ക് സദക്ക കൊടുക്കണം, ഇൽമുള്ള ആൾമാർക്ക് നീ സദക്ക ആക്കിയെങ്കിൽ സക്കാത്ത് ആക്കിയെങ്കിൽ ಅದಕ್ಕೆ വലിയ പ്രതിഫലം ഉണ്ട് ഇസ്ലാം പരിപാടിക്ക്. മൂന്നാമത് അയ്യകൂന സ്വാദിഖൻ ഫീ തഖ്വാഹു ഇൽമിഹി ബിത്തൗഹീദ്, ಅವನು ತಕ್ವത്തിൽ യഥാർത്ഥ തഖ്വ ഉള്ള ആളാണ്, വെറും മുത്തഖിയായിട്ട് നടിക്കിറങ്ങിയ ആളാവുകത്തില്ല. അതും നീ ശ്രദ്ധിച്ചിട്ട് പരീക്ഷിച്ചിട്ട് കൊടുക്കണം. തക്വത്തിൽ തക്വ ഉള്ള ആളമ, ശരിയായ ഇൽമുള്ള ആളാ, വെറുതെ ഇൽമു നടിക്കിറമായ ആള്, മുത്തഖിയായ ആളാണ് നോക്കിയിട്ട് ഏകദേശം എനിക്ക് മനസ്സിലാവല്ലേ. അപ്പൊ അങ്ങനത്തെ ആൾമാർക്ക് നീ എന്താക്കണം? സദക്കാക്കണോ. നാലാമത് അയ്യക്കൂന മുസ്തതിറൻ മുഖ്ഫിയൻ ഹാജത്തഹു ലാ യുക്തിറുൽ ബസ്സ വശക്വ, അവന്റെ ആവശ്യത്തെ അവൻ മറച്ചു വെച്ചിട. അവനക്ക് ആവശ്യമെല്ലാം ഉണ്ട്, പക്ഷെ എല്ലാ ആൾമാരൊട്ടിಗೆ അതിന് അവൻ പാടിയോണ്ടിരിക്കില്ല. അങ്ങനെ ഇക്കിടാറ് കുറെ ആൾമാർ പാവത്തെങ്ങാണ്ടായെങ്കിലും ഉള്ള എല്ലാരൊട്ടിಗೆ അവന്റെ കഷ്ടപ്പാടിയോണ്ടിരിക്കുക. എപ്പാ നോക്കി ഇല്ലല്ലാണ്ട് ചെന്നോണ്ടിരിക്കും. എന്തും ഇല്ല ഇല്ല ഇല്ലാണ്ടല്ലാണ്ട് വേറൊരു പലക്കില്ല. അങ്ങനെ ചൊല്ലവ് തീരാണ്ടാണ് ഇസ്ലാം പഠിപ്പാട്ട്. എന്തും ഇല്ലെങ്കിൽ ഒരു മാന്യത്തെ വേണം. ഇല്ല ഇല്ല എന്ന് ചൊന്നിട്ട് എപ്പോഴും പാടിയോണ്ടിരിക്കോ തീരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഇല്ലാണ്ട് ചൊന്നിട്ടേ ഇക്കല്ലാണ്ടല്ലേ. മഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗല തശഹുദു കാനത് ലാഉഹു നഅമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിൽ മാത്രം ലാ ചൊന്നരെ ഇല്ലാണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലേ. അല്ലാത്ത എല്ലാ ടൈമും നബി തങ്ങൾ നാം അതെ ഉണ്ടുണ്ടേ ചൊന്നോണ്ടില്ല. അതൊരു പോസിറ്റീവ് തിങ്കിങ് ആണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എപ്പോഴും ഇല്ല ഇല്ല എന്ന് ചൊന്നോണ്ടിരിക്കോ തീരാ. അപ്പൊ ആൾമാരുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കുറെ ആൾമാർ ഇക്കിടാറ്. അങ്ങനെ ആവശ്യം എല്ലാവരൊട്ടിಗೆ ചൊല്ലില്ല. എപ്പോ നോക്കിയെങ്കിൽ കേസ് ചൊന്നോണ്ടിരിക്കില്ല. ಅಂಕ ಅವಶ್ಯ ಉಂಡು, പക്ഷെ ಅದರ ಮೂಡಿ വെച്ചിരിക്കാറ്. യഹ്സബുഹുൽ ജാഹിലു അഗ്നിയ മിന തഅഫുഫ്. സ്വഹാബത്തിനെ പറ്റി പരിശുദ്ധ ഖുർആൻ ചൊന്തു അങ്ങ് കാണുമ്പോ നല്ല ഉഷാറിലേക്കുവാർ. അതേ സമയത്ത് ഒരു ജാഹിലായ ആൾ വിചാരിക്കില്ല അങ്ങ് വലിയ അഗ്നിയ വലിയ പൈസ ഉള്ള ആൾമാർ. കാരണം അങ്ങ് തഅഫുഫ് എന്തിനാക്കില്ല, അങ്ങ് മാന്യത ഉണ്ട്. മാന്യത കാരണത്തിൽ അങ്ങ് ആരോട്ടിയും കേക്കോ പണ്ടില്ല, യാചിക്കോ പണ്ടില്ല. നോക്കുന്ന ആൾമാരെല്ലാം പേരിക്ക് ഞങ്ങളോട്ടിക്ക് ചെമ്മ പൈസ ഉണ്ട്, വലിയ പിന്നെ ആഡംബരമെല്ലാം ഉള്ള ആൾമാരുണ്ട്. വാസ്തവത്തിൽ അങ്ങ് എന്തും ഇല്ല, അങ്ങാണ് അത്യഗത്യമുള്ള. അപ്പൊ അങ്ങനെ തേടി പിടിച്ചിട്ട് നീ എന്താക്കണം? കൊടുക്കണം. പിന്നെ അയ്യക്കൂന മഴീലൻ ഔ മഹ്ബൂസൻ ബിമറലിൻ, ನಾನು സക്കാത്ത് കൊടുക്കട സ്വതക്ക് കൊടുക്കട എനിക്കെത്ത ആള് അവന് കുറെ ആശ്രിതരുള്ള ആള്, അവന് ചെമ്മ ആൾമാരെ ചെലവ് നോക്കണം, അങ്ങനെ കഷ്ടത്തിലുള്ള. അല്ലെങ്കിൽ രോഗി അവന് രോഗത്ത് പിന്നെ ചികിത്സക്ക് ചെമ്മ പൈസ ഇപ്പൊ വേണം, രോഗം കൊണ്ട് ബുദ്ധിമുട്ടിറങ്ങിക്കത്ത ആളുള്ളാണ്ട് അങ്ങനെല്ലാം ನಾನು ചെലവാക്കിയെങ്കിൽ ಅದಕ್ಕೆ ಯಾರ ಪ್ರತಿಫಲ കിട്ടിട്ടാണ് ഗസാലി ഇമാം പഠിപ്പാട്ടിയോണ്ടുള്ളേ. പിന്നെ അയ്യക്കൂന മിനൽ അഖാരിബി വദവിൽ അർഹാം, ನಾನು ചെലവ് കൊടുക്കണമെങ്കിൽ ആള് അവന് കുടുംബക്കാരനായിട്ട് നിങ്ങൾ ഭാര്യനല്ലേ, എന്റെ കുടുംബക്കാരൻ, എന്റെ അയൽവാസി എങ്കിൽ അത് ഫതക്കൂന് സ്വതക്കത്തൻ വസീലത്ത റഹ്മീൻ, ಅದಕ್ಕೆ സ്വതക്കത്തെ കൂലിയും കിട്ടും, കുടുംബ ബന്ധ ചേർത്ത കൂലിയും കിട്ടും. കുടുംബ ബന്ധ ചേർക്കണെങ്കിൽ അത് വലിയ പ്രതിഫലമുള്ള അങ്കിത്തെ വിഷയമായിട്ടിരിക്കും. അപ്പൊ എന്റെ അയൽവാസിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി എന്റെ കുടുംബക്കാർക്ക് ನಾನು സദക്കാക്കിയെങ്കിൽ സക്കാത്താക്കിയെങ്കിൽ അതിലെന്തുകൊണ്ടും ചൊന്നെങ്കിൽ ദാനധർമ്മത്തെ പ്രതിഫലവും കിട്ടും. അതിലൊട്ടിಗೆ സിലത്തുർ റഹ്മു കുടുംബ ബന്ധ ನಾನು ചേർത്താൻ ചൊല്ല ഏറ്റവും വലിയ പ്രതിഫലവും കൂടി അതിൽ കിട്ടുന്നുണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പാട്ടിയുണ്ടുള്ളേ. അപ്പൊ ഏതായാലും
ഞങ്ങളെ സ്വതക്ക ഞങ്ങളെ സക്കാത്ത് അർഹരായ ആളുകൾ കിട്ടണു. ആ അർഹരായ ആൾമാരെ കൂട്ടത്തിൽ കൊറിയ നല്ല കൊടുത്തെങ്കിൽ യാറെ പ്രതിഫല കിട്ടണമെങ്കിൽ ആൾമാരാണ് ഗസാലി ഇമാം വിശദീകരിച്ച്. ഒന്ന്, രണ്ടാമത് ഞങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോ ഞങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോ കൊടുക്കുടെങ്കിത്തെ ഞങ്ങളെ പൈസ അത് ഹലാലായ സമ്പാദ്യമേ ആയിട്ട് വേണം. ഹറാമായ സമ്പാദ്യത്തെ ബാക്കിയുള്ള ആൾമാർ കൊടുത്തു നാണ് കൈകൾ കിടങ്കത്തെ ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ഹലാലായ സ്വത്ത് കൊടുത്തിട്ട് ധന്യാവണുണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പാറ്റിക്കൊണ്ടുള്ള. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.